Dear students, welcome to the class. അപ്പോൾ ഇ ഗവേണൻസിൻ്റെ ടൈപ്സൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ, എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഇ ഗവേണൻസ് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓവർ ദ ഇയേഴ്സ് എ ലാർജ് നമ്പർ ഓഫ് ഇനീഷ്യേറ്റീവ്സ് ഹാവ് ബീൻ അണ്ടർടേക്കൺ ബൈ ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു പ്രൊമോട്ട് ഇ ഗവേണൻസ് ഇൻ ദ കൺട്രി. E-governance is an innovative phenomenon for redeveloping government administration with a view to enhance the quality of government services to citizens, speed up communications through the use of technology, reduce government expenditure, bring in more transparency, reduce corruptions and subjectivity, reduce cost for citizens and make government more accessible and accountable. An illustrative list with the details of some significant e-governance initiatives is given below. അപ്പോൾ ഏതൊക്കെയാണ് പുതിയ ഇനീഷ്യേറ്റീവ്സ് സെൻട്രൽ സ്റ്റേറ്റ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, ഫാസ്റ്റ് റിലയബിൾ ഇൻസ്റ്റൻറ്റ് എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് സർവീസസ് ഈസ് പാർട്ട് ഓഫ് ദ കേരള സ്റ്റേറ്റ് IT മിഷൻ. ഇറ്റ് ഈസ് എ സിംഗിൾ വിൻഡോ ഓൺ ക്യൂ integrated remittance center where the citizen have the opportunity to pay all taxes and other dues to the government. അപ്പോൾ എല്ലാ ടാക്സസും അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സോഫ്റ്റ്വെയർ ആണ് ഫ്രണ്ട്സ്. അപ്പോൾ കേരള ഗവൺമെൻറ് IT ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, ഭൂമി. The Department of Revenue in Karnataka state has computerized 20 million records of land ownership of 6.7 million farmers in the state and abolition of manually maintained land records. The entire system of management of land records has been computerized and thus the change out to the land records called mutations are electronically managed through a transparent first in first out mechanism. Karnataka was the first state in the country to have initiated delivery of computed land records. അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ പണ്ട് ലാൻഡ് റെക്കോർഡ്സൊക്കെ എങ്ങനെയായിരുന്നു, നമ്മൾ എഴുതി ഉണ്ടാക്കുകയായിരുന്നു. ഇപ്പോൾ അതെന്തായി മാറി, കമ്പ്യൂട്ടറൈസ്ഡായി മാറി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് എന്ത്, ഭൂമി. കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇത് ആദ്യം കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇ-സേവ, ഇലക്ട്രോണിക് സേവ. E-Seva launched on 25th August 2001. Electronic Seva is the improved version of the Twins project launched in 1999 in the twin cities of Hyderabad and Secunderabad in Andhra Pradesh. അപ്പോൾ എന്തൊക്കെയാണ് ഇ-സേവ എന്നാണ് പറയുന്നത്. ഇ-സേവ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഓവർ ദ ട്വിൻ സിറ്റീസ് ആൻഡ് റേഞ്ച് റെഡ്ഡി സിറ്റീസ്. അപ്പോൾ എന്താ പറയുക, ഹൈദരാബാദിൽ സെക്കന്ദരാബാദിലാണ് ഇത് ട്വിൻ സിറ്റീസ് എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. All service counters are facilitated with an electronic queuing system. Then operating from 8 AM to 8 PM. ഇപ്പോൾ രാവിലെ മുതൽ എന്താ പറയുക 24 hours 8 to 8 ആണ്. വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ 66 to GCC ആൻഡ് B2C സർവീസസ്. അപ്പോൾ G2Cയും B2Cയും ബിസിനസ് ടു കസ്റ്റമറും ഗവൺമെൻറ് ടു കസ്റ്റമറും ഒക്കെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സേവയിൽ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഒന്ന് നോക്കുക. നെക്സ്റ്റ്, കാർഡ്. The computer aided administration of registration department in Andhra Pradesh is designed to eliminate the maladies affecting the conventional registration system by introducing electronic delivery of all registration services. Card was initiated to meet objectives or to demystify the registration process, bring speed, efficiency, consistency and reliability. അതായത് രജിസ്ട്രേഷൻ, നമ്മളെല്ലാ രജിസ്ട്രേഷനും, ലാൻഡ് രജിസ്ട്രേഷൻ മാത്രമല്ല, മാരേജ് രജിസ്ട്രേഷൻ ആണെങ്കിലും കമ്പനി രജിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ആണെന്ത്, കാർഡ്. നെക്സ്റ്റ്, ഗ്യാൻഡൂട്ട്. ദ ഗ്യാൻഡൂട്ട് പ്രോജക്ട്സ് വാസ് ഇനീഷ്യേറ്റഡ് ഇൻ January 2000 ബൈ ദ കമ്മിറ്റഡ് ഗ്രൂപ്പ് ഓഫ് സിവിൽ സർവൻസ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് വാരിയസ് ഗ്രാം പഞ്ചായത്ത് ഇൻ ദ ധാർ ഡിസ്ട്രിക്ട് ഓഫ് മധ്യപ്രദേശ്. ഗ്യാൻഡൂട്ടിലെ ലോ കോസ്റ്റ് സെൽഫ് സസ്റ്റൈനബിൾ ആൻഡ് കമ്മ്യൂണിറ്റി ഓൺഡ് റൂറൽ ഇൻ്റർനെറ്റ് സിസ്റ്റം ദാറ്റ് caters to the specific needs of village communities in the district. അപ്പോൾ ഗ്രാമപഞ്ചായത്തിലാണ് എന്ത് വന്നത്, ഗ്യാൻഡൂട്ട് വന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇതാണ് എന്ത്, ഗ്യാൻഡൂട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ്. ഇതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി കുറച്ചും കൂടെ ഉണ്ട്, ഒരു 2-3 എണ്ണം കൂടെ ഇതിൻ്റെ ബാക്കി വരാനുണ്ട്. ഇത് SIക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് ഈ പ്രോജക്ട്സ്, ഈ ഗവേണൻസ് പ്രോജക്ട്സ് മുന്നിലേക്ക് വെച്ചത്, നാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ വെച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എഴുതണം. ഇത് 2-3 എണ്ണേ ഉള്ളൂ. ഇനി വരാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ ബാക്കി എടുക്കാം. താങ്ക് യു.